മൊഡ്യൂൾ 4 ഹീറ്റ് ട്രാൻസ്ഫർ ലാസ്റ്റ് പോർഷനാണിത്. അതായത് തെർമൽ കണ്ടക്ടിവിറ്റി പഠിച്ചു, റേഡിയേഷൻ പഠിച്ചു, ലാസ്റ്റത്തേതാണ് കൺവെക്ഷൻ. കൺവെക്ഷനകത്ത് അവർ പ്രത്യേകം സിലബസിൽ പറയുന്നുണ്ട്. എലമെൻ്ററി ഐഡിയ മാത്രമേ ഉള്ളൂ, കൂടുതൽ കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് കൺവെക്ഷൻ എന്നതിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് രണ്ടായിട്ടാണ്. ഒന്ന് ഫ്രീ കൺവെക്ഷൻ, രണ്ടാമത് ഫോഴ്സ്ഡ് കൺവെക്ഷൻ. സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻ മാത്രമേ ഉള്ളൂ, കൂടുതൽ ഇതിനെപ്പറ്റി കാര്യമായിട്ട് പഠിക്കാനില്ല. അപ്പോൾ ഫ്രീ കൺവെക്ഷൻ ഈസ് എ ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് ഒക്കർ ഡ്യൂ ടു ഡെൻസിറ്റി ചേഞ്ച് ആണ് ഡെൻസിറ്റി ചേഞ്ച് കോസ്ഡ് ബൈ ടെമ്പറേച്ചർ വേരിയേഷൻ ഫുൾ സ്റ്റോപ്പ്. നോ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ഇൻവോൾവ്ഡ് ലൈക്ക് എ ഫാൻ ഓർ എ പമ്പ്. അതായത് നമ്മൾ കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് മീൻസ് ഒന്നുകിൽ അത് ലിക്വിഡാകാം അല്ലെങ്കിൽ ഗ്യാസ് ആകാം. രണ്ടിനെ ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത്. അതിനകത്തിൽ മോളിക്യൂൾസിന് ഹീറ്റ് സ്വീകരിക്കുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറയുകയും അത് മുകളിലേക്ക് ഉയർന്നു പോവുകയും ചെയ്യും. അപ്പം ആ പോയ ഭാഗത്തേക്ക് അതിന് തൊട്ട് മുകളിലുള്ള അടുത്ത ലെയർ ഓഫ് മോളിക്യൂൾസ് വന്ന് ചേർന്ന് പിന്നെ വീണ്ടും സ്വീകരിച്ച് അത് മുകളിലേക്ക്, അതൊരു സൈക്കിളായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് കൺവെക്ഷൻ. അപ്പോൾ ഈ ഫ്രീ കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ കൺവെക്ഷൻ നടക്കുന്നു. സാധാരണ നമ്മുടെ ഒരു ഗ്ലാസ് ചായ എടുത്ത് വെറുതെ വെക്കുകയാണല്ലോ, അത് വെറുതെ ഇരുന്ന് തണുക്കും. അത് കുറേ ടൈം എടുക്കും, എന്നാലും നാച്ചുറലായിട്ടുള്ള എയറിൻ്റെ സർക്കുലേഷൻ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എയർ ഹീറ്റ് സ്വീകരിച്ച് മുകളിലേക്ക് പോകുന്നു, അടുത്ത ലെയർ താഴേക്ക് വരുന്നു, വീണ്ടും വന്ന ലെയർ ഹീറ്റ് സ്വീകരിച്ച് മുകളിൽ, അങ്ങനെ സൈക്കിൾക്കായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് എടുത്തുകൊണ്ട്, അതായത് എയർ ക്യാരി ചെയ്തുകൊണ്ട് പോകും. അങ്ങനെ ചായ തണുക്കും. ഏറ്റവും സിമ്പിളായിട്ട് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമല്ല, ചായ ആണെങ്കിലും ചൂടുള്ളതാണല്ലോ. അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒരു എക്സ്റ്റേണൽ ഫോഴ്സിനെ കൊടുക്കുന്നില്ല, അത് നാച്ചുറലായിട്ട് തന്നെ കൂളായിക്കോളും. അതാണ് ഈ പറഞ്ഞു തന്നത്. നോ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ഇൻവോൾവ് ലൈക്ക് എ ഫാൻ ഓർ പമ്പ്. ഇനി നമ്മുടെ വീട്ടിൽ നമുക്കിനി അത്യാവശ്യം ഒരു സാധനം പെട്ടെന്നൊന്ന് തണുപ്പിക്കണം, വേറെ ഓപ്ഷൻ എന്തോ ചെയ്യും? നമ്മൾ വീട്ടിൽ ആണെങ്കിലും എവിടെയാണെങ്കിലും ഫാൻ ഓണാക്കും അല്ലേ? ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ തന്നെ ചൂട് കൂടുമ്പോൾ നമ്മൾ എന്തോ ഫാൻ ഓണാക്കും. ഇപ്പോൾ ഫാൻ ഓണാക്കുമ്പോൾ ശരിക്കും ചെയ്യുന്നത് എന്തുവാ? അത് നല്ലൊരു ഫോഴ്സുള്ള എയർ വരുന്നു. അപ്പോൾ ആ എയറിൻ്റെ ഫോഴ്സ് മൂലം, എയറിൻ്റെ വെലോസിറ്റി മൂലം ഈ ടെമ്പറേച്ചർ ഈ എയർ എടുത്തുകൊണ്ട് പോകും. പക്ഷേ അത് വേഗത്തിലായിരിക്കും. ഒരുപാട് മോളിക്യൂൾസ് പെട്ടെന്ന് വരുന്നു, കുറച്ച് എടുത്തുകൊണ്ട് പോകുന്നു, വീണ്ടും ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വരുന്നു, എടുത്തുകൊണ്ട് പോകുന്നു. നാച്ചുറലിൻ്റെ കേസിൽ സാധാരണ പോലെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ലാതെ സാവധാനം ഹീറ്റ് ട്രാൻസ്ഫർ ആകുന്നതാണ് കൺവെക്ഷൻ മൂലം. അതാണ് ഫ്രീ കൺവെക്ഷൻ. അതേസമയം ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണെങ്കിൽ നമ്മൾ ഫാൻ ഇട്ടിരിക്കുന്നു, ഫാനിൻ്റെ കീഴിലിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ചായ നടക്കണം, ഫാനിൻ്റെ കീഴിലിട്ട് വെച്ചു, അപ്പം നല്ല ഫാസ്റ്റായിട്ട് എയർ വരുന്നു, ആ എയർ ഹീറ്റ് എടുത്തുകൊണ്ട് പോകുന്നു, അടുത്ത ക്വാണ്ടിറ്റി എയർ വരുന്നു, അത് എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെയാണ്. അപ്പോൾ അതാണ് ഫോഴ്സ്ഡ് കൺവെക്ഷൻ. ഫോഴ്സ് കൺവെക്ഷൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഫോഴ്സ് കൺവെക്ഷൻ ഈസ് എ ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് ഈസ് കോസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ സഹായത്തോടു കൂടി ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് സംഭവിക്കുന്നതാണ് ലൈക്ക് എ ഫാൻ. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഫാൻ ഉപയോഗിക്കാം, പമ്പ് ഉപയോഗിക്കാം. റിസൾട്ടിങ് ഹയർ എഫിഷ്യൻസി ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പം ഇത് രണ്ടിലും വെച്ച് നോക്കുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഹൈ എഫിഷ്യൻസി ഉള്ളത് ഏതാണ്? ഫോഴ്സ്ഡ് കൺവെക്ഷനാണ്. നമ്മുടെ നിസ്സാരം കോമൺ ജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ്. ഫാനിൻ്റെ കീഴിൽ വെച്ചിരിക്കുന്ന സാധനം പെട്ടെന്ന് നടക്കും അല്ലേ? അതെന്തും അപ്പം റിസൾട്ടിങ് ഹയർ എഫിഷ്യൻസി ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഒരു നിയമം, ലോ പഠിക്കാനുണ്ട്. അതിൻ്റെ പേരാണ് ന്യൂട്ടൺ ലോ ഓഫ് കൂളിംഗ്. ന്യൂട്ടൺ ലോ ഓഫ് കൂളിംഗ് അല്ലെ ന്യൂട്ടൺ റിക്മാൻ ലോ. ഒന്നുമില്ല, ഇതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്. ന്യൂട്ടൺ ലോ ഓഫ് കൂളിംഗ് സ്റ്റേറ്റ് ദാറ്റ് ദി റേറ്റ് ഓഫ് ഹീറ്റ് ലോസ് ഓഫ് എ ബോഡി ഈസ് പ്രപ്പോർഷണൽ ടു ദി ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് സറൗണ്ടിങ്. ശരിക്കും നോക്കുക, ഈ ഡെഫിനിഷൻ ഇതെല്ലാം കാണാതെ പഠിച്ചു വെച്ചേക്കണേ. ന്യൂട്ടൺ ലോ ഓഫ് കൂളിംഗ് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഒരു ബോഡി, ആ ഒരു ബോഡിയുടെ ഹീറ്റ് ലോസ് ഉണ്ടാകുന്നത്, അതിൻ്റെ അല്ലെ റേറ്റ് ഓഫ് ഹീറ്റ് ലോസ് എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു ദ ഡിഫറൻസ്. ഏതിൻ്റെ ഡിഫറൻസാണ്? ടെമ്പറേച്ചർ ബിറ്റ്വീൻ ബോഡി ആൻഡ് സറൗണ്ടിങ്. ആ ഒരു ബോഡിക്കുണ്ടാകുന്ന റേറ്റ് ഓഫ് ഹീറ്റ് ലോസ് എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ആയിരിക്കും. എന്തിൻ്റെ? ആ ബോഡിയുടെ ടെമ്പറേച്ചറും സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസിന് പ്രപ്പോർഷണൽ ആയിരിക്കും. മനസ്സിലായോ? ഇത് മനസ്സിലായെങ്കിൽ ഒന്നുകൂടെ കേൾക്കുക, റിവൈൻഡ് ചെയ്ത് കേൾക്കുക. ശേഷം അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വരുമ്പോൾ ഇതുപോലെ സിമ്പിളാണ്.
ഇതുകൂടെ എഴുതിയേക്കണം. അപ്പം ഹീറ്റ് ട്രാൻസ്ഫർ, അതായത് എന്താ പറയുന്നത്, ഹീറ്റ് ലോസ് റേറ്റ് ഓഫ് ഹീറ്റ് ലോസ് ആണ്, ഹീറ്റ് ലോസ് അല്ല, റേറ്റ് ഓഫ് ഹീറ്റ് ലോസ് Q പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ബോഡി ആൻഡ് സറൗണ്ടിങ്. ചിലപ്പോൾ സറൗണ്ടിങ് ടെമ്പറേച്ചർ വേണ്ടി ഇങ്ങനെ കാണിക്കും, സറൗണ്ടിങ് ടെമ്പറേച്ചർ, അത് എപ്പോഴും എല്ലായിടത്തും ഒരു പറയാം. ഇപ്പോൾ ഇൻഫിനിറ്റി എന്നുള്ള സിമ്പിൾ കാണിക്കും. ഈ കേസിൽ നമുക്ക് T2 - T1 എന്ന് കാണിക്കാം. പിന്നെ ഇത് മാത്രമല്ല, ഇതിനിടയ്ക്ക് ഏരിയ എല്ലായിടത്തും കോമൺ ആണ്. അതായത് സർഫസ് ഏരിയ കൂടുന്നതനുസരിച്ച് ഹീറ്റ് ട്രാൻസ്ഫർ കൂടും. അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കും. ഇത് 3 കേസിൽ നമുക്കിതിന് ഏരിയ വരുന്നു അല്ലേ. കണ്ടക്ഷൻ ആണെങ്കിലും റേഡിയേഷൻ ആണെങ്കിലും ഏരിയ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എഴുതി പ്രപ്പോർഷണൽ ടു ഏരിയ. അത് പക്ഷേ ഇവിടെ പറയുന്നില്ല, ഡെഫിനേഷനിൽ ഇത് പറയുന്നില്ല. പക്ഷേ ഇത് അങ്ങനെ എഴുതിക്കോ. ശേഷം ഇതെന്തിനറിയും, ഇത് ഫുൾ കംപ്ലീറ്റ് ഈ ഒരു ഫോർമുല ആക്കി എടുക്കാൻ വേണ്ടി ഏരിയയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിനെ നമ്മൾ വീണ്ടും ഒന്നുകൂടി ചെയ്യുന്നു. ഇത് തെറ്റിട്ടിരിക്കുകയാണേ. റേറ്റ് ഓഫ് ഹീറ്റ് ലോസ് പ്രപ്പോർഷണലാണ് എന്തിൻ്റെയൊക്കെ, ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ബോഡി ആൻഡ് സറൗണ്ടിങ്, T1 സറൗണ്ടിങ്. അത് മാത്രമല്ല സർഫസ് ഏരിയയുടെ യൂണിറ്റ് ഏരിയ 1 മീറ്റർ സ്ക്വയർ. അപ്പോൾ നമ്മളെല്ലാം ഈ കാൽക്കുലേഷൻസ് തെർമലിൻ്റെ എല്ലാ കാൽക്കുലേഷൻ മീറ്ററിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് 1 മീറ്റർ സ്ക്വയർ ആയിരിക്കും ഏരിയ. ഓക്കെ. അപ്പം ന്യൂട്ടൺ ലോ ഓഫ് കൂളിംഗ് പറയുന്നത് ഹീറ്റ് ലോസ് ഡ്യൂ ടു കൺവെക്ഷൻ, അല്ലെങ്കിൽ ന്യൂട്ടൺ ലോ ഓഫ് കൂളിംഗ് പറയുന്നത് റേറ്റ് ഓഫ് ഹീറ്റ് ലോസ് ഈസ് ഈക്വൽ ടു ഒരു H വന്നു. എന്തിനാണ് ഈ H വന്നത്? ഈ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയാണ് ഈ H ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരാണ് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്. ആ H കിട്ടും. അപ്പം Q ഈസ് ഈക്വൽ ടു 9. അപ്പോൾ ഈ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറി. അപ്പോൾ ഇതാണ് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് H, കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്. ആയിട്ട് ശേഷം ഏരിയ, ഈ ഏരിയ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ബോഡി ആൻഡ് സറൗണ്ടിങ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമുല കിട്ടി അല്ലേ. ഇനി അതിനകത്തിൽ നിന്ന് നമ്മൾ ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തി എഴുതുകയാണ്. ഇവിടെ ഏരിയ ഉണ്ട്, ഇവിടെ തീറ്റയുണ്ട്. ഈ ഹീറ്റ് ട്രാൻസ്ഫർ പെർ ഏരിയയെ പറയുന്ന പേരാണ് ഹീറ്റ് ഫ്ലക്സ്. ഹീറ്റ് ട്രാൻസ്ഫർ പെർ ഏരിയ ഇതാണ് ഹീറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അത് ചെറിയ അക്ഷരം Q ആയിട്ടാണ് എന്നെ സിംബലൈസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നും ഉണ്ടായ ഒരു ഡെറിവേഷൻ അല്ലെങ്കിൽ ഒരു ഫോർമുലയാണിത്. സ്മോൾ Q ഈക്വൽ ടു ക്യാപിറ്റൽ Q, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ഡിവൈഡ് ബൈ ഏരിയ. അതിൻ്റെ പേരാണ് ഹീറ്റ് ഫ്ലക്സ്. അപ്പോൾ ഹീറ്റ് ഫ്ലക്സിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് ദ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ. ഇറ്റ് റെപ്രസെൻറ്റ്സ് ഹൗ മച്ച് ഹീറ്റ് എനർജി പാസസ് ത്രൂ എ ഗിവൺ സർഫസ് ഏരിയ പെർ യൂണിറ്റ് ടൈം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു യൂണിറ്റ് ടൈമിൽ ഒരു യൂണിറ്റ് സർഫസ് ഏരിയയിൽ കൂടി എത്ര ഹീറ്റ് എനർജി പാസ് ചെയ്യുന്നു, അതാണ് ഈ ഹീറ്റ് ഫ്ലക്സിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോർമുലയെ വീണ്ടും മാറ്റി എഴുതി H ഈസ് ഈക്വൽ ടു Q ഡിവൈഡ് ബൈ A T2 - T1 എന്ന് വേണമെങ്കിലും എഴുതാം. ഇത് ഹീറ്റ് ഫ്ലക്സ് അല്ല, ഞാൻ പറഞ്ഞു വന്നല്ല, ആ ഒരു സ്പീഡായി പോയതാണ്. ഹീറ്റ് ഫ്ലക്സിൻ്റെ ഡെഫിനേഷൻ ഇത്രയാണ്. ഇത് രണ്ടും അങ്ങ് പഠിച്ചാൽ ഇത് മാത്രം പഠിച്ചാലും മതി. വേണം ഇത് പഠിക്കാം, അല്ലെങ്കിൽ ഇത് പഠിക്കാം. എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് ടൈമിൽ, അത് 1 സെക്കൻഡ് ആയിരിക്കാം, 1 മിനിറ്റ് ആയിരിക്കാം. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 ഉദ്ദേശിക്കുന്നത്. 1 യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ 1ൻ്റെ ഏരിയ, യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് സെക്കൻഡ്സ്. എനിക്കൊന്ന് കഴിഞ്ഞ വീഡിയോക്ക് അതും പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കുഴപ്പമില്ല, എന്നാലും വിട്ടുപോയവർക്ക് വേണ്ടി. അപ്പോൾ ഒരു യൂണിറ്റ് സമയത്ത്, അപ്പോൾ 1 സെക്കൻഡാണെന്ന് വരും. 1 സെക്കൻഡിൽ യൂണിറ്റ് ഏരിയ ആണ്. അപ്പോൾ യൂണിറ്റ് ഏരിയ 1 മീറ്റർ സ്ക്വയർ ആയിക്കട്ടെ. അപ്പോൾ 1 സെക്കൻഡിൽ 1 മീറ്റർ സ്ക്വയർ ഏരിയക്കകത്തൂടെ എത്ര ഹീറ്റ് എനർജി പാസ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ ഹീറ്റ് പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഹീറ്റ് വെളിയിൽ പോകുന്നു, അതാണ് ഹീറ്റ് ഫ്ലക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് Q/A. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് വീണ്ടും ഈ ന്യൂട്ടൺ ലോ ഓഫ് കൂളിങ്ങിനകത്തിൽ ചെറിയ മാറ്റം വരുത്തി നമ്മളെങ്ങനെ എഴുതും? H ഈസ് ഈക്വൽ ടു Q ഹീറ്റ് ട്രാൻസ്ഫർ ഡിവൈഡ് ബൈ ഏരിയ ഇൻറ്റു T2 - T1, ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ബോഡി മൈനസ് ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ സറൗണ്ടിങ്. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ന്യൂട്ടൺ റിക്മാൻ ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു H. ഇതാണ് H. നോക്കി, H എന്നാണ് എഴുതിയത് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്, അല്ലെ കൺവെക്ഷൻ കോഎഫിഷ്യൻറ്റ് ഓഫ് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ. അതിൻ്റെ യൂണിറ്റ് നോക്കി വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ, അല്ലെ വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ്. ബാക്കിയെല്ലാം സറൗണ്ടിങ് ഏരിയ ടെമ്പറേച്ചർ. അത് മാത്രമല്ല
നമ്മൾ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇത് നമ്മളെ എഴുതി വെച്ചിട്ടുണ്ട്, നല്ലൊരു ടെക്സ്റ്റ് ബുക്കിലൂടെ റെഫർ ചെയ്യാൻ തരുവാണ്. പിന്നെ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് ഫോർ കൺവെക്റ്റീവ് ഈസ് അഫക്റ്റഡ് ബൈ, ഇത് ചിലപ്പോഴേ സത്യം പറഞ്ഞാൽ എനിക്ക് എലമെൻ്ററി ഐഡിയ മാത്രമേ ഉള്ളൂ, അപ്പോൾ ഇതങ്ങ് ഉപേക്ഷിച്ചത് പഴയ സിലബസിലെ ബുക്കാണ്. ഈ ഒരു ഐഡിയ ഇതൊന്ന് ഓർത്ത് വെച്ചോണം, രണ്ടിതും ഓർത്ത് വെച്ചോണം. ഇതെങ്ങനെ എത്തിയെന്ന് കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു. എച്ച് എന്തിനാണ് വന്നേ, എ എവിടെ നിന്ന് കിട്ടി, ഇതെന്താണെന്നുള്ള കാര്യമെല്ലാം പറഞ്ഞായിരുന്നു. അതുപോലെ യൂണിറ്റ്, അതാ ശരിക്കും ഇത് കാണിക്കാൻ കാരണം യൂണിറ്റ് വാട്ട്സ് ആണ്, ഡബ്ല്യു അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ്. ഇനി അടുത്ത ടോപ്പിക്ക് മോഡ്യൂൾ 4-നകത്തെ ചാപ്റ്റർ 2, അടുത്ത ടോപ്പിക്കല്ല, മോഡ്യൂൾ 4-നകത്തെ ചാപ്റ്റർ 2 ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് എന്ന് പറയും. ഹീറ്റ് എക്സ്ചേഞ്ചർ രണ്ടാമത്തെ സെറ്റാണ് ഇത്. ഹീറ്റ് എക്സ്ചേഞ്ചർ എന്താണ്? ഹീറ്റ് എക്സ്ചേഞ്ചർ അതിൻ്റെ ഡെഫിനിഷനാണ്. എച്ച് എന്നുള്ളത് ഹീറ്റ് എക്സ്ചേഞ്ചറാണ് ഉദ്ദേശിക്കുന്നത്. ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആർ ഡിവൈസസ് യൂസ് ടു ട്രാൻസ്ഫർ ഹീറ്റ് ബിറ്റ്വീൻ ഹോട്ട് ഫ്ലൂയിഡ് ആൻഡ് കോൾഡ് ഫ്ലൂയിഡ് വിത്തൗട്ട് മിക്സിങ് ദം. അതായത് ഹീറ്റ് കൂടിയ ഒരു ഫ്ലൂയിഡിനകത്തു നിന്ന് ഹീറ്റ് കുറഞ്ഞ ഒരു ഏരിയയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഉപകരണങ്ങളാണ്, ഡിവൈസസ് ആണ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഇവിടെ ഫ്ലൂയിഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്, ശരിക്കും ഫ്ലൂയിഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒന്നിൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്താ, ഒന്നിൽ ലിക്വിഡ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഗ്യാസസ് ആയിരിക്കും. ഹീറ്റ് എക്സ്ചേഞ്ചറിന് ഒരു ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് നമുക്കെല്ലാം അറിയാവുന്ന നമ്മുടെ വണ്ടിയുടെ റേഡിയേറ്റർ. റേഡിയേറ്ററിനകത്ത് എന്താണ് ശരിക്കും ഹീറ്റ് എക്സ്ചേഞ്ച്? റേഡിയേറ്ററാണ് എഞ്ചിനകത്തുനിന്ന് ഹീറ്റ് വലിച്ചെടുത്തത്, എഞ്ചിനകത്താണ് ചൂട് കൂടുതൽ, അപ്പം ഹോട്ട് ഫ്ലൂയിഡല്ല ശരിക്കും എഞ്ചിനകത്തെ ഫ്ലൂയിഡ് ഏതാ, അപ്പം ഹോട്ട് ഗ്യാസസ്, എഞ്ചിനകത്തുണ്ടാകുന്ന ഹോട്ട് ഗ്യാസാണ്, അതാണ് ആ ഫ്ലൂയിഡ്. അതിൽ നിന്ന് കോൾഡ് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സർക്കുലേറ്റ് ചെയ്യിക്കുന്ന വെള്ളം, റേഡിയേറ്ററിനകത്ത് ഒഴിച്ചിരിക്കുന്ന വെള്ളം, അതിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യിച്ച് ആ എഞ്ചിൻ്റെ ടെമ്പറേച്ചർ ആ ഒരു, അതായത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് ആ റേഡിയേറ്ററിൻ്റെ ഉപയോഗം. അത് മാത്രമല്ല നമ്മൾ ലാബിൽ കാണിച്ചായിരുന്നു കംപ്രസറിനകത്തുള്ള ഫിൻസ്, പിന്നെ എൻജിനിലെ ഫിൻസ്, ഇതെല്ലാം ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ. ഹീറ്റ് എക്സ്ചേഞ്ചർ തന്നെയാണത്. പിന്നെ ഏറ്റവും പെർഫെക്റ്റുള്ള ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ നമുക്കെല്ലാം അറിയുന്നത് എന്താ പറയുക, റൂമിലെ എ സി നല്ലൊരു ഹീറ്റ് എക്സ്ചേഞ്ചറാണ്. നമുക്കറിയാവുന്ന പോലെ റൂമിനകത്തെ ഹീറ്റ് അവിടുന്ന് വലിച്ചെടുത്ത് അത് പുറത്ത് കൊണ്ട് കളയുന്നു. അപ്പോൾ അതിനകത്ത് 2 കോയിലുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞാലേ ഇവാപ്പറേറ്റർ കോയിലും കണ്ടൻസർ കോയിലും. അത് ഞാൻ ലാബിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവാപ്പറേറ്റർ കോയിൽ റൂമിലെ ടെമ്പറേച്ചർ വലിച്ചെടുക്കുന്നു, അതിപ്പോൾ ഏതാണ്, റൂമിലെ എയറാണ് അവിടുത്തെ ഫ്ലൂയിഡ്, അപ്പം ആ വലിച്ചെടുക്കുന്ന മീഡിയമാണ് ഇതിൽ റെഫ്രിജറൻറ്റ്, അവിടുത്തെ ഹീറ്റ് അത് വലിച്ചെടുത്ത് കണ്ടൻസർ കോയിൽ ഉപയോഗിച്ച് അത് പുറത്തേക്ക് തള്ളിക്കളയുന്നു. അപ്പോൾ ആ കണ്ടൻസർ കോയിൽ എന്ന് പറയുന്നൊരു ഹീറ്റ് എക്സ്ചേഞ്ചറാണ്. അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി ഫിൻസ്, നമ്മൾ ചെറിയ ചെറിയ കമ്പി കഷ്ണങ്ങളത് വെൽഡ് ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നു, ആ ഫിൻസുകളും ചെറിയ ചെറിയ കമ്പി, അതിൻ്റെ പേര് പിൻ എന്നാണ്, അതും ഒരു തരം ഹീറ്റ് എക്സ്ചേഞ്ചറാണ്. ഇനി ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദി ഡിഫറൻസ് കാറ്റഗറി സച്ച് എസ് കോമ്പാക്ട്നെസ്, കൺസ്ട്രക്ഷൻ ആൻഡ് ഫ്ലോ അറേഞ്ച്മെൻറ്റ്. ഈ 3 രീതിയിലാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിലേറ്റവും അത്യാവശ്യമുള്ളതാണ് കോമ്പാക്ട്നെസ്, ദി റേഷ്യോ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ സർഫസ് ഏരിയ ഓൺ വൺ സൈഡ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ ടു ഇറ്റ്സ് വോളിയം is called compactness. The ratio of heat transfer surface area on one side of heat exchanger to volume is called compactness. അതായത് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിൽ മൊത്തം വോളിയത്തിനകത്ത് നിന്ന് എത്ര ഏരിയയ്ക്കകത്ത് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നു എന്നതാണ് ഈ കോമ്പാക്ട്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ തെർമൽ ലാബിൽ നമ്മുടെ ഒരു കംപ്രസർ ഉണ്ടായിരുന്നു. അപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് കാണിച്ചെന്നാണ്. അതിൽ ഫിൻസ് ഉണ്ട്, ഈ കാണുന്നതല്ല അതിൻ്റെ ഫിൻസാണ്. ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഡിസ്ക് അത് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുക. ഇതിൻ്റെ സിലിണ്ടറിൻ്റെ ഔട്ട് സൈഡിൽ അതിലൊരു ഡിസ്ക് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ നോക്കി, ഇതിന് ടോട്ടൽ വോളിയമാണ് ഇത്. ഈ കാണുന്നതാണ് ടോട്ടൽ വോളിയം. ഈ ടോട്ടൽ വോളിയത്തിനാണ് നോക്കി എത്ര ഏരിയ, ഇതൊക്കെ കാലി ഏരിയയല്ലേ, കാലി കിടക്കുന്ന സ്ഥലങ്ങളാണ്.
ഇതിനകത്ത് എത്ര ഏരിയ ഉണ്ട് ഹീറ്റ് എക്സ്ചേഞ്ചർ ആയിട്ട് ഉപയോഗിക്കാൻ ഒക്കുന്നു. അതാണ് ഈ കോമ്പാക്ട്നെസ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ ടോട്ടൽ വോളിയത്തിൽ എത്ര സർഫസ് ഏരിയ ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിക്കും. അപ്പോൾ നോക്കി ഈ ഒരു ഡിസ്ക്, ഈ ഒരു ഡിസ്ക്, ഈ ഒരു ഡിസ്ക്, ഈ ഒരു ഡിസ്ക്, 5 6 അല്ല, അവിടെ നമ്മൾ നോക്കുമ്പോൾ 14 ഡിസ്ക് ഉണ്ട്. ആ മൊത്തം വലുപ്പത്തിനകത്ത് ആ 14 ഡിസ്ക് മാത്രമാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ സർഫസ് ഏരിയ ആയിട്ട് വരുന്നത്. അപ്പോൾ ടോട്ടൽ വോളിയത്തിൻ്റെ ഏകദേശം പാതിയോളമേ ഉള്ളത്. അപ്പോൾ അതിനെയാണ് ഈ കോമ്പാക്ട്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. ചിലപ്പോൾ ഇത് വൺ വേർഡ് പോലെയായിട്ട് ചോദിക്കും, അറിഞ്ഞിരിക്കാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ ഓട്ടോമൊബൈൽ റേഡിയേറ്റർ ഹാവ് നിയർലി 1100 മീറ്റർ സ്ക്വയർ പെർ മീറ്റർ ക്യൂബ്. കണ്ടോ, യൂണിറ്റ് നോക്കി, ഏരിയ പെർ വോളിയം, ഏരിയ പെർ വോളിയം. മീറ്റർ സ്ക്വയർ ആണ് ഏരിയയുടെ യൂണിറ്റ്, വോളിയത്തിൻ്റെ യൂണിറ്റ് എന്തോ മീറ്റർ ക്യൂബ്. അപ്പം ഏരിയ പെർ വോളിയം, മീറ്റർ സ്ക്വയർ പെർ മീറ്റർ ക്യൂബ്. കോമ്പാക്ട്നെസ് ഈസ് അതാണ് അത്രയാണ് അതിൻ്റെ കോമ്പാക്ട്നെസ്. പിന്നെ ഗ്ലാസ് സെറാമിക് ഹീറ്റ് എക്സ്ചേഞ്ചർ യൂസ് ചെയ്യുന്ന ഗ്ലാസ് ടർബൈൻ എൻജിൻ ഹാവ് നിയർലി 6600 മീറ്റർ സ്ക്വയർ പെർ മീറ്റർ ക്യൂബ് കോമ്പാക്ട്നെസ്. അപ്പോൾ ഇതെല്ലാം കുറച്ച് വാല്യൂസാണ്. ഇത് റേഷ്യോ എന്ന് തന്നെ പറയാം. ഏരിയ ടു വോളിയം റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് അടുത്ത പോയിൻ്റാണ്, വളരെ ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് മേ ബി നോട്ട് ദാറ്റ് എക്സ്ചേഞ്ചസ് ഹാവിങ് കോമ്പാക്ട്നെസ് ബിലോ 700 മീറ്റർ സ്ക്വയർ പെർ മീറ്റർ ക്യൂബ് ആർ നോട്ട് ടേംഡ് ആസ് കോമ്പാക്ട് ഹീറ്റ് എക്സ്ചേഞ്ചർ. അപ്പോൾ അത് പറയുന്നത് 700 മീറ്റർ സ്ക്വയർ പെർ മീറ്റർ ക്യൂബിൽ താഴെയുള്ള ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറെ നമ്മൾ കോമ്പാക്ട് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നില്ല. For this reason, commonly used to plate tube, shell tube heat exchanger which having compactness 70 to 500 meter square are not considered as compact heat exchanger. അപ്പോൾ നമ്മൾ സാധാരണ ഷെൽ ആൻഡ് ട്യൂബ്, അതുപോലെ പ്ലേറ്റ്, ട്യൂബുലാർ, അങ്ങനെ പലതരം ഹീറ്റ് എക്സ്ചേഞ്ചറുകളുണ്ട്. ഇതെല്ലാം 70-നും 500-നും ഇടയ്ക്കാണ് ഇതിൻ്റെ വാല്യൂ. അപ്പോൾ ഇതൊന്നും കോമ്പാക്ട് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് അല്ല. ഇനി അടുത്ത രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ കൺസ്ട്രക്ഷൻ. അതിൻ്റെ കൺസ്ട്രക്ഷൻ, അത് ചെയ്തിരിക്കുന്ന രീതി, അത് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് തന്നെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം ഫീച്ചേഴ്സ് സച്ച് ആസ് ട്യൂബുലർ, ട്യൂബ് ഫിന്ന്, പ്ലേറ്റ്, പ്ലേറ്റ് ഫിന്ന്, എക്സ്റ്റെൻഡ് സർഫസ്, റീജനറേറ്റീവ് എക്സ്ചേഞ്ചിങ്. ഇതാണ് പലതരം ക്ലാസിഫിക്കേഷൻ. ട്യൂബ് ഫിന്ന് നമ്മൾ കണ്ടാണ് അതിൻ്റെ ഏതാ, ഒരു ട്യൂബിനകത്ത് കുറേ കഷ്ണങ്ങൾ കണക്ട് ചെയ്തിട്ടില്ലേ, കണ്ടൻസർ കോയിൽ, അത് ട്യൂബ് ഫിന്നായിട്ട് പറയാം. ഇതല്ല പ്ലേറ്റ് റേഡിയേറ്ററിനകത്ത്, ശരിക്കും റേഡിയേറ്ററിനകത്ത് പ്ലേറ്റ് ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല, എന്നാലും ഒരു പ്ലേറ്റ് പോലെ പ്ലേറ്റിനകത്ത് പല പ്ലേറ്റുകൾ ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. അതിനകത്തൂടെ വെള്ളം കയറി ഇറങ്ങി പോകുമ്പോഴാണ് ഈ ഹീറ്റ് എക്സ്ചേഞ്ച് സംഭവിക്കുന്നത്. അതുമാത്രം പ്ലേറ്റ് ഫിന്നുണ്ട്, പിന്നെ റീജനറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ബൈ കൺസ്ട്രക്ഷനാണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ്റെ വരാണ്. ട്യൂബുലാറാണ് നമ്മളിവിടെ നമ്മുടെ ലാബിലും നമ്മളിതിന് ഈ ചാപ്റ്ററിലും പ്രധാനമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷെൽ ആൻഡ് ട്യൂബ് നിങ്ങളെ വീഡിയോ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് കുറച്ച് ട്യൂബിനകത്തൂടെ ഹോട്ട് ഫ്ലൂയിഡ് പോകുന്നു, അതിൻ്റെ പുറത്ത് ഷെല്ലിനകത്തൂടെ കോൾഡ് ഫ്ലൂയിഡ് വരുന്നു, ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നു. അപ്പം ഇതെല്ലാം ബൈ കൺസ്ട്രക്ഷനിൽ ഡിഫറൻറ്റ് ചെയ്യുക, ട്യൂബുലാർ എന്ന് പറയും. ട്യൂബുലാർ ഹീറ്റ് എക്സ്ചേഞ്ചർ ബൈ കൺസ്ട്രക്ഷനാണ് ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, ബൈ കൺസ്ട്രക്ഷനിലൂടെയാണ്. ഇനി ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് അറിയുന്നത്, ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഏത്, നമ്മുടെ ഹീറ്റ് എക്സ്ചേഞ്ചറിന് ഏറ്റവും കോമൺ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഓക്കെ ഫ്ലോ അറേഞ്ച്മെൻറ്റിൻ്റെ ബേസിലാണ്. ഫ്ലോ അറേഞ്ച്മെൻറ്റ്, അപ്പോൾ അതിന് ഉദാഹരണങ്ങൾ അതൊക്കെ പാരലൽ ഫ്ലോ, കൗണ്ടർ ഫ്ലോ, ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാന, അതായത് നമ്മുടെ മെയിൻ ചാപ്റ്ററുകൾ ഇതൊക്കെയാണ്. അപ്പം ആ ക്ലാസിഫിക്കേഷൻ എങ്ങനെ വന്നിരിക്കുന്നത്, ഫ്ലോ അറേഞ്ച്മെൻറ്റിൻ്റെ ബേസിലാണ്. ഇവിടെ നമ്മൾ ആദ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹീറ്റ് എക്സ്ചേഞ്ചറിനെ ക്ലാസിഫൈ ചെയ്യുന്ന ഒന്ന് കോമ്പാക്ട്നെസ്സിൻ്റെ ബേസിൽ, രണ്ട് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ബേസിൽ, മൂന്നാമത്തേത് ഫ്ലോ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച്. അപ്പോൾ ഈ ഫ്ലോ അറേഞ്ച്മെൻറ്റ് ബേസ് ചെയ്തുള്ള ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിനെ പറ്റിയായിരിക്കും നമ്മൾ മുന്നോട്ട് പഠിക്കുന്നത്. പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ, കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ, ക്രോസ് ഫ്ലോ ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചർ. നമ്മൾ ഈ പാരലൽ ഫ്ലോയും കൗണ്ടർ ഫ്ലോയും തിയറിയിലും പഠിക്കണം, നമ്മുടെ ലാബിലും പഠിക്കണം. ഇനി അടുത്ത ഒരു ക്ലാസിഫിക്കേഷനാണ് റീകപ്പുറേറ്റഡ്. ശരിക്കിത് എങ്ങനെ വായിക്കുന്നത്, റീകപ്പറേറ്റർ എന്ന് വായിക്കും. ശരിക്കും വായിക്കാൻ നോക്കുന്നില്ല, അവിടെ അതെന്തായാലും ദാറ്റ് ടൈപ്പ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഈസ് ദാറ്റ് വിച്ച് ദ
following fluid exchanging heat are either one side of a dividing wall. അതായത് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഫ്ലൂയിഡ് രണ്ട് തമ്മിൽ ഒറ്റ ഒരു വാൾ കൊണ്ട്, ഒരു വാൾ എന്ന ഒരു ഭിത്തി, അതെന്തോ ആയിട്ട് ഒരു ഡിവൈഡ് എന്താ പറയുക, ഒരു തമ്മിലൊരു ഡിവിഷൻ, അതെന്ന് പറയുന്നത് ചെറിയൊരു വാളായിരിക്കും. ആ ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചറിനാണ് പറയുന്നത് റീകപ്പറേറ്റർ ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചർ. പെട്ടെന്ന് പറയുന്നത് മനസ്സിലായി കാണത്തില്ല, എന്നാൽ ഡെഫിനിഷൻ നോക്കൂ. എ ടൈപ്പ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഈസ് ദാറ്റ് ഇൻ വിച്ച് ദ ഫ്ലോവിങ് ഫ്ലൂയിഡ് എക്സ്ചേഞ്ചിങ് ഹീറ്റ് ആർ ഓൺ എയ്തർ സൈഡ് ഓഫ് ദി ഡിവൈഡിങ് വാൾ. ഇത് നോക്കി വേണ്ടിയതുണ്ടോ, ഇതൊരു ട്യൂബ്, ആ ട്യൂബിനകത്തൂടെ ഹോട്ട് ഫ്ലൂയിഡ് ഒഴുകുന്നു, വെളിയിൽ കോൾഡ് ഫ്ലൂയിഡ്, എയർ ആയിക്കോട്ടെ വെള്ളം ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഈ കേസിലുണ്ടോ ഈ ഒരു പൈപ്പിൻ്റെ ഭിത്തി മീൻസ് ഈ ഒരു പൈപ്പിൻ്റെ ബോഡിയാണ് ഇതിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഈ വാളെന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഹോട്ട് ഫ്ലൂയിഡിനെ കോൾഡ് ഫ്ലൂയിഡിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്തോ ഒരു ചെറിയ ഒരു തിന്നായിട്ടുള്ള ഒരു പൈപ്പിൻ്റെ ഔട്ട്സൈഡ് സർഫസ്, അല്ലെ അതിനെ പറഞ്ഞിരിക്കുന്നത് വാളാണ്. അപ്പോൾ ഈ ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചറിനെ പറയുന്നത് റീകപ്പറേറ്റഡ് ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചർ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന പാരലൽ ഫ്ലോ, കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറുകൾ രണ്ടും ഈ ശ്രേണിയിൽ വരുന്നതാണ്, ഈ ടൈപ്പിൽ വരുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ അത് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ, കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ, ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. അപ്പം എന്താണ് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പഠിക്കാൻ പോകുന്നത്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഹോട്ട് ആൻഡ് കോൾഡ് ഫ്ലൂയിഡ് എൻ്റർ അറ്റ് ദ സെയിം എൻഡ് ഓഫ് ദി എക്സ്ചേഞ്ചർ. അതായത് നമ്മളറിയാം, ഒരു ഹോട്ട് ഫ്ലൂയിഡിൽ നിന്നും കോൾഡ് ഫ്ലൂയിഡിലേക്ക് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഡിവൈസാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഫ്ലൂയിഡ് ഏതുവഴി എൻ്റർ ചെയ്യുന്നു, ഏത് സൈഡിൽ കൂടെ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ആണെങ്കിൽ പറയുന്നത് ഹോട്ട് ഫ്ലൂയിഡും കോൾഡ് ഫ്ലൂയിഡും ഒരേ സൈഡിൽ നിന്നായിരിക്കും എൻ്റർ ചെയ്യുന്നത്, സെയിം ഡയറക്ഷൻ ആൻഡ് ലീവ്സ് അറ്റ് അതർ എൻഡ്. ആൻഡ് എൻ്റർ ചെയ്യുന്ന ഒരു സ്റ്റാർട്ടിങ് സെയിം സൈഡിൽ നിന്നായിരിക്കും, അത് എക്സിറ്റ് ചെയ്യുന്നതും ഒരേ സൈഡിൽ നിന്നായിരിക്കും. അതായത് ഹോട്ട് ഫ്ലൂയിഡ് എവിടെ നിന്നാണോ എക്സിറ്റ് ചെയ്യുന്നത് അതേ സൈഡിൽ തന്നെയായിരിക്കും കോൾഡ് ഫ്ലൂയിഡ് എക്സിറ്റ് ചെയ്യുന്നത്. ഹോട്ട് ഫ്ലൂയിഡ് എവിടെയാണോ എൻ്റർ ചെയ്യുന്നത് അതേ സൈഡിൽ തന്നെ ആയിരിക്കും ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യേണ്ട കോൾഡ് ഫ്ലൂയിഡും എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു ചെറിയൊരു ഡയഗ്രാം ഉണ്ട്, ഇത് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും. എന്ന് നോക്കി, ഇതാണ് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ഡയഗ്രാം. ഇതിനകത്ത് ഒരു ഗ്രാഫുണ്ട്, വളരെ അത്യാവശ്യമുണ്ട്. ഈ മുകളിൽ കാണുന്നതാണ് ഗ്രാഫ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു, ഇതാണ് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ച്. ഇതിനകത്തിൽ ഹോട്ട് ഫ്ലൂയിഡ് ഈ ഡയറക്ഷൻ, ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ഡയറക്ഷൻ ഇതാണ്, ഹോട്ട് ഫ്ലൂയിഡ് ഡയറക്ഷൻ, അതായത് ലെഫ്റ്റ് ടു റൈറ്റ്. അതിനകത്ത് വേറൊരു ട്യൂബ്, അതായത് ഈ ഹോട്ട് ഫ്ലൂയിഡ് ഇരിക്കുന്നത് എൻ്റെ ട്യൂബിൻ്റെ കവർ ചെയ്ത് വേറൊരു ട്യൂബുണ്ട്. ആ ട്യൂബിനകത്തൂടെ കോൾഡ് ഫ്ലൂയിഡ്, കൂളൻ്റ് എന്ന് എഴുതുന്നത് അല്ലെ കോൾഡ് ഫ്ലൂയിഡ് പാസ് ചെയ്ത് പോകും. അപ്പോൾ ഇത് നോക്കി, ഈ ഹോട്ട് ഫ്ലൂയിഡിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും കോൾഡ് ഫ്ലൂയിഡും പാസ് ചെയ്ത് പോയിട്ട് ഇവിടെ ഔട്ടാകുന്നു. ഇതുവഴി കയറി വരുന്നു, ഇതുവഴി കയറി ഹോട്ട് ഫ്ലൂയിഡിന് പാരലായിട്ട് പോയി കൂളൻ്റ് ഔട്ടിലൂടെ എക്സിറ്റ് ആവും. എന്നിട്ട് ഇവിടെ അതായത് ഇപ്പോൾ ഈ സൈഡിലാണ് കോൾഡ് ഫ്ലൂയിഡും ഹോട്ട് ഫ്ലൂയിഡും എക്സിറ്റ് ചെയ്യുന്ന ഈ ഒരു സൈഡിലും, കോൾഡ് ഫ്ലൂയിഡ് ഹോട്ട് ഫ്ലൂയിഡും എൻ്റർ ചെയ്യുന്ന ഈ സൈഡിലായിരിക്കും. ഇവിടുന്ന് എൻട്രി ഈ സൈഡിലായിരിക്കും. അതാണ് പറയുന്നത് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്ത് ഹോട്ട് ഫ്ലൂയിഡും കോൾഡ് ഫ്ലൂയിഡും സെയിം സൈഡിൽ നിന്ന് എൻ്റർ ചെയ്യുന്നു, എക്സിറ്റ് ചെയ്യുന്നത് ഒരേ സൈഡിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിനകത്തൊരു ഗ്രാഫുണ്ട്, ഈ ഗ്രാഫുകളുടെ വ്യത്യാസം ഇനി നോക്കി. ഒരു ചെറിയ പ്രധാനപ്പെട്ട ഇത് ഹോട്ട് ഫ്ലൂയിഡാണ്. ഇതിന് നല്ല ടെമ്പറേച്ചറാണ്, ഉദാഹരണത്തിന് 100 ഡിഗ്രി എന്ന് ഉദ്ദേശിക്കുക. ഇതൊരു കോൾഡ് ഫ്ലൂയിഡായിരുന്നു, 30 ഡിഗ്രി എന്ന് ഉദ്ദേശിക്കുക. അപ്പം ഇത് ഈ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ഏതൊരു ഫ്ലൂയിഡിൻ്റെയും ഈ 30 ഡിഗ്രി സെൽഷ്യസിലുള്ള ഫ്ലൂയിഡ് വന്ന് ഇതുമായിട്ട് കോണ്ടാക്റ്റായി ടെമ്പറേച്ചർ സ്വീകരിച്ച് ഇവിടേക്ക് ഉണ്ട് ഈ കോൾഡ് ഫ്ലൂയിഡ് വെളിയിൽ പോകും. ഹോട്ട് ഫ്ലൂയിഡ് തണുത്തതിന് ശേഷം ടെമ്പറേച്ചർ നല്ലോണം ഡ്രോപ്പ് ആകും. ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ ഏകദേശം ഒരു 45 അങ്ങനെ കിട്ടും. ഞാൻ ഊഹം പറയുകയാണ്, ഇവിടെ ആകുമ്പോൾ ഒരു
ഏകദേശം ഒരു 60 ഡിഗ്രി. ഇത് കറക്റ്റ് കണക്കല്ല, ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇതിങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈഡിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും അല്ലേ, ഈ സൈഡിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. പക്ഷേ ഈ പാരലൽ ഫ്ലോയുടെ ഈ സൈഡിൽ കൂളൻറ്റിൻ്റെ ടെമ്പറേച്ചർ കുറവായിരിക്കും. അപ്പം ലെഫ്റ്റ് സൈഡിൽ ടെമ്പറേച്ചർ, ഇൻലെറ്റ് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കൂളൻറ്റിൻ്റെ ഇൻലെറ്റ് ടെമ്പറേച്ചർ കുറവുമായിരിക്കും. അതാണ് ഈ ഗ്രാഫിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ടെമ്പറേച്ചർ ലൈൻ, ഇതും ടെമ്പറേച്ചർ ലൈൻ, ഇതും ടെമ്പറേച്ചർ ലൈൻ. ഇത് ഒരു യൂണിറ്റ് ലെങ്ത്, അതായത് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ലെങ്ത്. ഇപ്പോൾ നോക്കി, സ്റ്റാർട്ടിങ്ങിൽ ഇതിൻ്റെ ടെമ്പറേച്ചർ വളരെ ഹൈ ആയിരിക്കും. അതായത് ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് ഇൻലെറ്റ്, ശ്രദ്ധിക്കുക, ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് ഇൻലെറ്റ്. അപ്പോൾ ഭയങ്കര ഹൈ ആണ്. അത് ഹീറ്റ് എക്സ്ചേഞ്ചർ ഈ ഡയറക്ഷനിലാണ് പോകുന്നു, ഒഴുകി ഇവിടെ എത്തി. അത് ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് ഔട്ട്ലെറ്റ്. അപ്പോൾ ഇതാണ് THO എന്ന് വെച്ചിരുന്നത്, ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് ഔട്ട്ലെറ്റ്. ഇത് നോക്കി, ഇവിടെ കയറുന്ന കൂളൻ്റ് അല്ലെങ്കിൽ കോൾഡ് വാട്ടർ ടെമ്പറേച്ചർ വളരെ കുറവ്, അതുകൊണ്ട് കോൾഡ് വാട്ടർ എന്ന് പറഞ്ഞത്. അപ്പോൾ ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും. നോക്കി, ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ഫ്ലൂയിഡ് ഇൻലെറ്റ് വളരെ കുറവാണ് അല്ലേ, വളരെ കുറവാണ്. അത് പാരലലായിട്ട് ഫ്ലോ ചെയ്ത് അപ്പോൾ ഹീറ്റ് സ്വീകരിച്ച് അതിൻ്റെ ടെമ്പറേച്ചർ കൂടി വരും. അപ്പോൾ നോക്കി, ഈ എൻഡിൽ വരുമ്പോൾ ഇതിന് ഈ കൂളൻറ്റിൻ്റെ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. അതായത് 30 നിന്ന് 60 മാറി. അതാ ഉദാഹരണം ആദ്യമേ പറഞ്ഞു. നോക്കി, ഇവിടെ നോക്കുമ്പോൾ ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ഫ്ലൂയിഡ് ഇൻലെറ്റ്, അതിൻ്റെ ടെമ്പറേച്ചർ കൂടി വന്ന് ഇവിടെ എത്തി. ലാസ്റ്റ് പോർഷൻ എത്തിയപ്പോൾ ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ഫ്ലൂയിഡ് ഔട്ട്, അതായത് ഇതിനേക്കാളും കൂടുതലാണിത്. അപ്പോൾ കോൾഡ് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ ഒരുപാട് കൂടി, ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ ഒരുപാട് കുറഞ്ഞു. ഇനി ഈ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ഗ്രാഫാണിത്. ഇതിനകത്തിൽ ഹോട്ട് വാട്ടർ ഔട്ടും കോൾഡ് വാട്ടർ ഔട്ടും തമ്മിലുള്ള ടെമ്പറേച്ചർ വ്യത്യാസമാണ് ΔT2. അതുപോലെ തന്നെ ഹോട്ട് വാട്ടർ ഇൻലെറ്റും കോൾഡ് വാട്ടർ ഇൻലെറ്റും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് ΔT1. ഇത് മറന്നുപോലെ, ഇത് LMTD എന്ന ഒരു കാൽക്കുലേഷൻ മെത്തേഡിന് ഈ ΔT1 ΔT2 എന്തോന്ന് അറിഞ്ഞിരിക്കണം. ΔT1 ΔT2. ഈ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ, ഈ ഗ്രാഫ് മിസ്സാവില്ല, ഈ ഗ്രാഫ് മസ്റ്റാണ്. പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ, കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ചോദിക്കുകയാണെങ്കിൽ ഗ്രാഫ് വരക്കണം. ഇത് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ഗ്രാഫാണ്. നല്ല ഗ്രാഫിൻ്റെ ഫോട്ടോ പ്രത്യേകം അയച്ചു തരാം. നോക്കി, ഫോർ എ പാരലൽ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ്, the temperature of two fluid approach each other at exit. അതായത് ഇത് ഈ എക്സിറ്റിൽ തന്നെ ഏകദേശം ഹോട്ട് ഫ്ലൂയിഡിൻ്റെയും കോൾഡ് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം അടുത്തടുത്തായിരിക്കും. അതായത് ഇവിടെ നമ്മൾ പറയാൻ 100 ആയിരുന്നു, ഇവിടെ 100 നിന്ന് 45 കുറഞ്ഞു. ഇവിടെ 30 കയറി വന്നത്, അത് ചൂട് സ്വീകരിച്ച് 60 അപ്പോൾ ഇത് നമ്മൾ വ്യത്യാസമൊന്നുമില്ല, 15 അതായി ഉദ്ദേശിക്കുന്നത്. ലോങ്ങർ ദ ഫ്ലോ പാസേജ് ക്ലോസർ ടു ദ ടെമ്പറേച്ചർ ഓഫ് ദ ഫ്ലൂയിഡ്. അതായത് ഇതിൻ്റെ നീളം എത്ര കൂടുന്നു, ഈ ടെമ്പറേച്ചർ വ്യതിയാനം, അതായത് 60-45 ഉള്ളത് ചൂട് നീളം കൂട്ടുവാണെങ്കിൽ ഇത് ചിലപ്പോൾ ഇത് 40 ചിലപ്പോൾ 55 ഒക്കെ ആയിരിക്കും. ഇങ്ങനെ കുറഞ്ഞു വരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. കോൾഡ്, അതായത് ഈ ടെമ്പറേച്ചർ ഏകദേശം ഒരുപോലെ ആകുമെന്നാണ് ഇത് പറഞ്ഞു വരുന്നത്. ഇതുപോലെ കാണാതെ പഠിച്ചു. ഇനി അടുത്തത് കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ, hot and cold fluid enter at opposite end of heat exchanger and flow through opposite direction. ഈ കേസിൽ നോക്കി, സാധാരണ നമ്മളത്തെ പോലെ തന്നെ ഹോട്ട് ഫ്ലൂയിഡ് ഇവിടെ നിന്ന് വരുന്നു, ഹോട്ട് ഫ്ലൂയിഡ് പുറത്തേക്ക് പോകും. പക്ഷേ ഇവിടെ കൗണ്ടർ ഫ്ലോ ആണ്, ഓപ്പോസിറ്റ്. കൗണ്ടർ എന്ന് വെച്ചാൽ എതിര് പറയാം. മറ്റേ നമ്മൾ കോമഡിക്കകത്ത് കൗണ്ടർ അടിക്കാൻ പറയത്തില്ല. അപ്പോൾ അതിനൊരു നല്ലൊരു കോമഡി ആയിട്ട് എതിര് പറയുന്നതന്നെ കൗണ്ടർ എന്ന് ഉദ്ദേശിച്ചത്. അപ്പം നമ്മുടെ ഈ കേസിൽ വരുമ്പോൾ ഓപ്പോസിറ്റ് എന്ന് പറയും, കൗണ്ടർ ഫ്ലോ. അപ്പം ഇവിടെ ഇത് എക്സിറ്റ് ആയിരുന്നെങ്കിൽ കൗണ്ടർ ഫ്ലോ വരുമ്പോൾ ഇത് ഈ സൈഡിലായിട്ട് വരും. അതായത് എവിടെയാണോ ഹോട്ട് ഫ്ലൂയിഡ് എക്സിറ്റ് ചെയ്യുന്നത് അവിടെയായിരിക്കും കോൾഡ് ഫ്ലൂയിഡ് ഇൻലെറ്റ് വരുന്നത്, എൻ്റർ ചെയ്യുന്നത്. അതാണ് ഈ കൗണ്ടർ ഫ്ലോയുടെ വ്യത്യാസം. അതായത് എവിടെയാണോ ഹോട്ട് ഫ്ലൂയിഡ് എക്സിറ്റ് ചെയ്യുന്നത്, കോൾഡ് ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്ന സെയിം ഡയറക്ഷനിൽ, സെയിം സൈഡിൽ. ഓക്കെ, കൂളൻ്റ് ഇന്നാണ്, ഹോട്ട് വാട്ടർ ഔട്ടാണ്, ഹോട്ട് ഫ്ലൂയിഡ് ഔട്ടാണിത്. ഇന്നല്ല, ഹോട്ട് ഫ്ലൂയിഡ് ഔട്ട്.
അതായത് ഇതുവഴി കയറി ഇവിടെ ഇറങ്ങി. പക്ഷേ കൂളൻ്റ് മീൻസ് കോൾഡ് വാട്ടർ. ഇപ്പോൾ നമ്മൾ വാട്ടറിൻ്റെ കേസ് നമ്മൾ പഠിക്കാനുള്ളത് വാട്ടർ, അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി കോൾഡ് വാട്ടർ തന്നെ അങ്ങ് പറയാം. കോൾഡ് വാട്ടർ ഇതുവഴി കയറി വരുന്നു. അപ്പം ഈ ഒരു ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ഡയറക്ഷൻ ഇതാണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ ആരോ കാണിച്ചിട്ടുണ്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കയറി ഇറങ്ങിപ്പോയി ഇതുവഴി എക്സിറ്റ് ആവും. എന്നിട്ട് ഔട്ടാണ്, കൂളൻ്റ് ഔട്ടാണ്, കൂളൻ്റ് ഔട്ട്. ഇത് ഹോട്ട് വാട്ടർ തന്നെ, ഇതിൻ്റെ വ്യത്യാസമൊന്നുമില്ല. നോക്കിയേ, ഇതിൻ്റെ ഡയറക്ഷനിലാണ് ഇതിൻ്റെ കൗണ്ടർ ഫ്ലോ ഡയറക്ഷൻ നോക്കുക. ഹോട്ട് വാട്ടർ ഇങ്ങോട്ട് തന്നെ ഒഴുകുകയാണ്, പക്ഷേ മുകളത്തെ കേസിൽ നമ്മൾ പറ്റിയത് മുകളിൽ ഇങ്ങനെയായിരുന്നു, അതിൻ്റെ പാരലായിട്ട് കോൾഡ് വാട്ടർ പോയി. പക്ഷേ കൗണ്ടർ ഫ്ലോയ്ക്കകത്ത് ഏതാണോ ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ഡയറക്ഷൻ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അതിൻ്റെ ഫ്ലോ ഡയറക്ഷൻ വരുന്നു. ഉദാഹരണത്തിന് ഒരുപാട് ആൾക്കാർ ഇപ്പം നേരെ വരുന്നു, നമ്മളതിന് ഓപ്പോസിറ്റ് പോകുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തരും മുട്ടിയായിരിക്കില്ല പോകുന്നത്, സിനിമയ്ക്കകത്ത് കാണുന്ന പോലെ. അതേസമയം നമ്മൾ അവരുടെ കൂടെ പോകണം മുട്ടുമില്ല, അവരുടെ കൂടെ നടന്നങ്ങ് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കേസിൽ ഈ വരുന്ന ഓരോ മോളിക്യൂൾ, ഇവിടുന്ന് തുടങ്ങുന്ന മോളിക്യൂൾസ്, അതായത് ഇവിടുന്ന് തുടങ്ങുന്ന ഈ കോൾഡ് മോളിക്യൂൾസ് എല്ലാ ടെമ്പറേച്ചർ എടുത്തെടുത്തായിരിക്കും പോകുന്നത്. അതായത് ഇതുപോലെ പാരലാകുമ്പോൾ ഒരേ ടെമ്പറേച്ചർ അല്ല, ഇവിടുന്ന് വ്യത്യാസം കാണും. ഇവിടെ ഒരു 45 ആണെങ്കിൽ ഇത് 35, ഇവിടെ 45 ആയിരിക്കുക, ഇവിടെ 45, ഇവിടെ 50 ആയിരിക്കും, ഇവിടെ 55, ഇവിടെ 60, ഇങ്ങനെ വരും. അപ്പം ഈ തണുത്ത വെള്ളം ഓരോന്നിനും അതിൽ നിന്ന് കുറച്ച് സ്വീകരിച്ച് ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു ടെമ്പറേച്ചറാവും. അതുകൊണ്ടാണ് കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ നല്ല എഫിഷ്യൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പം കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറാണ് ഏറ്റവും എഫിഷ്യൻറ്റ്. പാരലൽ ഫ്ലോ വെച്ച് നോക്കുമ്പോൾ ഈ കൗണ്ടർ ഫ്ലോ ആണ് എഫിഷ്യൻറ്റ്. എന്തുകൊണ്ടാണ്? ഓരോ മോളിക്യൂൾസും ഓരോ കാരണം ഇവിടെ പറയുന്നത് നമ്മുടെ മറ്റ് നിയമങ്ങളിനകത്ത് പറയുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയത്തില്ല, ആ ടെമ്പറേച്ചർ ഡിഫറൻസ് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇവിടെ 45 ആയിരുന്നു, ഇവിടെ 30, 30, 45. ഇവിടെ ചിലപ്പോൾ 32, ഇവിടെ ഞാൻ പറയാം 45 ആണെങ്കിൽ 32 to 45, പിന്നെ അതിങ്ങനെ ഇവിടെ കൂടി വരും, ഇവിടെ ചെറുതായിട്ട് പോകും. അപ്പം ടെമ്പറേച്ചർ T1 - T2 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാടായിരിക്കും, വലിയ വാല്യൂ ആയിരിക്കും വരിക. ഇവിടെ ഒരേപോലെ ഇപ്പോൾ ഇത് 60 ആണെങ്കിൽ ഇത് ചിലപ്പം 60 അടുപ്പിച്ചായിരിക്കും, വലിയ T1 - T2 വലിയ വ്യത്യാസം വരുന്നില്ല. പക്ഷേ ഇവിടെ കോൾഡായിരുന്നു, ഇവിടെ ഒരു ഹോട്ടാണ്. കാരണം എന്തോ ഇവിടെ ടെമ്പറേച്ചർ കൂടുതൽ ഭാഗമാവും, ഇത് കുറഞ്ഞ ഭാഗം. അപ്പം കുറഞ്ഞ ഭാഗത്തിന് കൂടി വരുമ്പോൾ ഓരോ മോളിക്യൂൾസും ഇഷ്ടംപോലെ അതിനെക്കൊണ്ട് ഒക്കുന്ന രീതിയിലെല്ലാം മാക്സിമം ടെമ്പറേച്ചർ ഹീറ്റിനകത്ത് സ്വീകരിച്ചായിരിക്കും ഇവിടെ വരിക. അതുകൊണ്ട് ഇത് എഫിഷ്യൻ്റ് ആണ്. പറയുന്നത് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ hot and cold fluid enters at opposite end of heat exchanger and flow through the opposite direction. ഈ ഡയറക്ഷൻ വളരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് പറയുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്ലോ നടക്കുന്നു. ഇൻ ദിസ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആസ് ദ ഫ്ലോ പാസസ് ദ ലെങ്തൻ പറഞ്ഞാൽ തെറ്റിപ്പോയി. ഇൻ ദിസ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആസ് ദ ഫ്ലോ പാസേജ് ഈസ് ലെങ്തൻ, അതായത് ഫ്ലോ പാസേജിൻ്റെ നീളം കൂട്ടിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫ്ലൂയിഡ്സ് അറ്റ് എനി പോയിൻറ്റ് ഇൻ ദ ഫ്ലോ പാസേജ് ബിക്കം സ്മോളർ. ഇത് തമ്മിലുള്ള ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വളരെ കുറഞ്ഞു വരും. ദസ് വെരി ലോങ് പാസേജ് ദ ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് അറ്റ് ഇറ്റ് എക്സിറ്റ് അപ്രോച്ച് ടെമ്പറേച്ചർ ഓഫ് കൂളൻ്റ് അറ്റ് ഇറ്റ്സ് എൻട്രൻസ്. അത് ഈ പറയുന്നത് ഇവിടെ 100 ഡിഗ്രി ആണെങ്കിൽ, ഈ പറയുന്ന ലാസ്റ്റ് സെൻറ്റൻസ് പറയും, ഇവിടെ 100 ഡിഗ്രി ആണെങ്കിൽ ഈ കോൾഡ് ഫ്ലൂയിഡ് ഇവിടുന്ന് ഹീറ്റ് സ്വീകരിച്ച് എല്ലായിടത്തും ഒന്ന് മുട്ടി എടുത്ത് ഇവിടെ എത്തുമ്പോഴത്തേക്കും അതിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം സെയിം ആയിരിക്കും. ഇവിടെ ആണെങ്കിൽ വലിയ വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ അതിൻ്റെ ഏകദേശം അടുത്ത് വരും. സാമാന്യ വ്യത്യാസമുണ്ട്, ഇവിടെ ഏകദേശം അടുത്ത് വരും. അതായത് ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് അറ്റ് എക്സിറ്റ് അപ്രോച്ച് ദ ടെമ്പറേച്ചർ ഓഫ് കൂളൻ്റ് അറ്റ് എൻട്രൻസ്. ഈ എൻട്രൻസിൻ്റെ അതേ ഏകദേശം അടുത്തുള്ള ടെമ്പറേച്ചർ ആയിരിക്കും ഈ കോൾഡിൻ്റെ ഔട്ട്ലെറ്റിലുള്ള ടെമ്പറേച്ചർ. അതാണ് ഈ സെൻറ്റൻസ് പറഞ്ഞു തരുന്നത്. ഇതും അങ്ങ് കാണാതെ പഠിച്ചു വെച്ചോണം. അതായത് ഇത് മറന്നു പോയാലും ഒരു ഊഹത്തിൻ്റെ പേരിൽ എഴുതിയാൽ മതി, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നുള്ളത് എഴുതിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലായത് അത് ഇംഗ്ലീഷിലാക്കി എഴുതിയാൽ മതി. ഇതിന് പ്രത്യേക ഡെഫിനിഷൻ ഒന്നുമല്ല, ഇതെന്താണെന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഇനി അടുത്താണ് ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. അതിന് മുമ്പ് ഈ കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ഗ്രാഫ് വളരെ അത്യാവശ്യമാണ്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഗ്രാഫ്. നോക്കി, ഈ ഒരു ഡ്രോയിങ് നോക്കി, ഹോട്ട് ഫ്ലൂയിഡ് ഇന്നാണ് ഇവിടെ, പക്ഷേ ഇവിടെ ഔട്ടാണ്. അപ്പം
കോൾഡ് ഫ്ലൂയിഡ് എൻട്രി എവിടെയാണ്? കോൾഡ് ഫ്ലൂയിഡ് എൻട്രി ഇവിടെയാണ്. അപ്പോൾ ഈ ഗ്രാഫിൽ വരുമ്പോൾ ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് ഇന്നാണ്, സമയം ഈ സൈഡിൽ ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ഫ്ലൂയിഡ് ഇൻ ഇവിടെയാണ്. ഈ കേസിൽ കോൾഡ് ഫ്ലൂയിഡ് ഇൻ ഇവിടെ ആയിരുന്നു, ഈ സെയിം ലൈനിലായിരുന്നു. പക്ഷേ കൗണ്ടർ ഫ്ലോ ഉണ്ടോ ഗ്രാഫിൻ്റെ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ആരോ വളരെ ഇമ്പോർട്ടൻ്റ്. ഇത് കൗണ്ടർ ഫ്ലോ ആണെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ എവിടെയാണോ ഹോട്ട് ഇൻലെറ്റ് വരുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും കോൾഡ് ഇൻലെറ്റ് വരുന്നത്. കോൾഡ് ഇൻലെറ്റ് അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഹോട്ട് ഇൻലെറ്റ് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കോൾഡ് ഇൻലെറ്റ് അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് വാട്ടർ ഇൻലെറ്റ്, ടെമ്പറേച്ചർ ഓഫ് കോൾഡ് വാട്ടർ ഇൻലെറ്റ് നേരെ ഓപ്പോസിറ്റ് സൈഡ്. ഇനി അടുത്ത് നോക്കിയേ, ഹോട്ട് വാട്ടർ ഔട്ട്പുട്ട്, ഹോട്ട് വാട്ടർ ഔട്ട്, ഹോട്ട് വാട്ടർ ഔട്ട്. അവിടെ എന്താ വരുന്നത്? കോൾഡ് വാട്ടർ ഇന്ന്. അപ്പോൾ നോക്കി, ഹോട്ട് വാട്ടർ ഔട്ട്, ഹോട്ട് വാട്ടർ ഔട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കോൾഡ് വാട്ടർ ഔട്ട്. മറ്റേ കേസ് നോക്കി, ഹോട്ട് വാട്ടർ ഇന്നും കോൾഡ് വാട്ടർ ഇന്നും ഒരിടത്തായിരുന്നു. ഹോട്ട് വാട്ടർ ഔട്ടും കോൾഡ് വാട്ടർ ഔട്ടും ഒരിടത്തായിരുന്നു. കാരണം ഒരേ ഫ്ലോയാണ്, പാരലായിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നേരെ കൗണ്ടറാണ്. കാരണം ഹോട്ട് വാട്ടർ ഇൻലെറ്റ് അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് കോൾഡ് വാട്ടർ ഇൻലെറ്റ് വരുന്നത്. അതുപോലെ ഹോട്ട് വാട്ടർ ഔട്ട് അതിന് നേരെ ഓപ്പോസിറ്റാണ് കോൾഡ് വാട്ടർ ഇൻ വരുന്നത്. ഏത്? കോൾഡ് വാട്ടർ ഇൻ. അതായത് കോൾഡ് വാട്ടർ ഇന്നും ഹോട്ട് വാട്ടർ ഔട്ടും കോൾഡ് വാട്ടർ ഇന്നും സെയിം സൈഡിലായിരിക്കും. ഹോട്ട് വാട്ടർ ഇന്നും കോൾഡ് വാട്ടർ ഔട്ടും സെയിം സൈഡിലായിരിക്കും. അതാണ് ഈ ഗ്രാഫ് കാണിച്ചിരിക്കുന്നത്. ഇത് ലെങ്ത് ആണ്, ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ലെങ്ത്. നല്ലൊരു ഫോട്ടോ ആക്കി, നല്ലൊരു ഡ്രോയിങ് ആക്കി അയച്ചു തരാമേ. PDF നല്ല ഫോട്ടോ ആക്കി അയച്ചു തരാം. ഇനി അടുത്തത് നിങ്ങളുടെ പറഞ്ഞത് എന്നാണ് ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ഒരു ഡ്രോയിങ് ആണ് ഇതും ഇത് നമ്മുടെ ഷെൽ ആൻഡ് ട്യൂബ് പോലത്തെ ഇത് സിമ്പിൾ സ്കീം ആൻഡ് ഡയറ. അതായത് ഈ ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ ഹോട്ട് ഫ്ലൂയിഡ് നോർമൽ പൈപ്പിലൂടെ തന്നെ ഒഴുകുന്നു. പക്ഷേ കോൾഡ് ഫ്ലൂയിഡ് ഈ പൈപ്പിന് പെർപെൻഡിക്കുലറായിട്ട് വന്ന് കയറി പെർപെൻഡിക്കുലറായിട്ട് തന്നെ ഇറങ്ങിപ്പോകും. അതാണ് ഇതിൻ്റെ ക്രോസ് ഫ്ലോയുടെ പ്രത്യേകത. ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ പ്രത്യേകതയാണ് ഒരു ട്യൂബിലൂടെ ഹോട്ട് ഫ്ലൂയിഡ് ഒഴുകുകയാണ്, അതിന് നേരെ പെർപെൻഡിക്കുലറായിട്ടായിരിക്കും കോൾഡ് ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നത്. എന്നിട്ട് എക്സിറ്റ് ചെയ്യുന്നതും നേരെ പെർപെൻഡിക്കുലറായിരിക്കും. ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഷെൽ ആൻഡ് ട്യൂബ്. ഈ കാണിച്ചിരുന്ന ഷെൽ ആൻഡ് ട്യൂബിൻ്റെ ഒരു ചെറിയ മാതൃകയാണ്. നോക്കിയത് പറയുന്നു, ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ ദ ഹോട്ട് ആൻഡ് കോൾഡ് ഫ്ലൂയിഡ് യൂഷ്വലി ഫ്ലോ അറ്റ് റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ. അതായത് ഹോട്ട് ഫ്ലൂയിഡും കോൾഡ് ഫ്ലൂയിഡും 90 ഡിഗ്രി ഈച്ച് അതറായിട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. 90 ഡിഗ്രി, അതായത് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതറായിട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അതാണ് ഈ സ്കീമാറ്റിക്കായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രോയിങ് വരയ്ക്കണം. അതുപോലെ തന്നെ പാരലൽ ഫ്ലോയ്ക്ക് ഈ ഡ്രോയിങ്ങും ഗ്രാഫും, കൗണ്ടർ ഫ്ലോയ്ക്ക് ഈ ഡ്രോയിങ് ഗ്രാഫും വരയ്ക്കണം. ചോദ്യം ഉണ്ടെങ്കിലും ഇല്ലേ. കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞോ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ പറഞ്ഞ് വന്നാലും ഗ്രാഫും വേണം, ഈ ഡ്രോയിങ്ങും വേണം. എഴുത്തുകുത്തിനൊക്കെ മാർക്ക് കുറവാണല്ലോ, ഇതിനൊക്കെയാണ് മാർക്ക് വീഴുന്നത്. അപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ചറിന്ന് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്താണെന്ന് എഴുതുന്നതിനേക്കാൾ നല്ലത് ഈ ഡ്രോയിങ് വരച്ച് ഗ്രാഫ് വരച്ചിട്ട് ജസ്റ്റ് 2 ലൈൻ എഴുതി വെച്ചാലും 7 മാർക്ക് അല്ലെ 3 മാർക്ക് കിട്ടും. ഇനി 3 മാർക്കിൻ്റെ ആണെന്ന് കരുതി ഗ്രാഫും ഈ ഡ്രോയിങ്ങും വരയ്ക്കാതിരിക്കരുത്. ഇത് നല്ല വൃത്തിക്ക് വരച്ചേക്കണം. ഇത് 3 മാർക്കാണെങ്കിൽ ഗ്രാഫും ഇതുപോലെ റഫായിട്ട് വരയ്ക്കുക. ഒന്ന് ഫ്രീ ഹാൻഡ് വെച്ച് വൃത്തിയായിട്ട് വരയ്ക്കുക. 7 മാർക്കാണെങ്കിൽ സ്കെയിൽ വെച്ച് നല്ല വൃത്തിയായിട്ട് വരയ്ക്കുക. ഇനി ഇതിൻ്റെ കേസ് വരുവാണെങ്കിൽ ഇൻ എ ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ, അല്ലെങ്കിൽ പറഞ്ഞ് തെറ്റിപ്പോയി, ഇൻ എ ക്രോസ് ഫ്ലോ അറേഞ്ച്മെൻറ്റ് ദി ഫ്ലോ മേ ബി മിക്സ്ഡ് ഓർ അൺമിക്സ്ഡ് ഡിപ്പെൻഡ് ഓൺ ദ ഡിസൈൻ. ഇതിനകത്ത് തന്നെ ഈ ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്ത് മിക്സ് അൺമിക്സ്ഡോ ആയിട്ട് 2 തരത്തിൽ ഡിസൈൻ ചെയ്യും. ഇൻ സം ഡിസൈൻ ഹോട്ട് ആൻഡ് കോൾഡ് ഫ്ലൂയിഡ് ഫ്ലോ ത്രൂ ഇൻഡിവിജ്വൽ ചാനൽ ആൻഡ് ആർ നോട്ട് ഫ്രീ ടു മൂവ് ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ. അതായത് ഇത് കണ്ടോ, ഇൻഡിവിജ്വൽ ചാനലാണ്. അതായത് ഹോട്ട് ഫ്ലൂയിഡും കോൾഡ് ഫ്ലൂയിഡും ഇൻഡിവിജ്വൽ ചാനലായിട്ടാണ് ഇത് കൂടുതൽ. ഇതൊരു ചാനലാണ്, ഇത് കോൾഡ് ഫ്ലൂയിഡ് ചാനലാണ്. ഇത് ഇൻഡിവിജ്വൽ ചാനലാണ്, ഒരേ ഡയറക്ഷനിലായിരിക്കും. ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതേസമയം പറയുന്നത് ദി ഹോട്ട് ആൻഡ് കോൾഡ് ഫ്ലൂയിഡ് ഫ്ലോ ത്രൂ ഇൻഡിവിജ്വൽ ചാനൽ ആൻഡ് ആർ നോട്ട് ഫ്രീ ടു മൂവ് ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ. ഇത് ഇങ്ങനെ 90 ഡിഗ്രി ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ അല്ലെങ്കിൽ 90 ഡിഗ്രി ഡയറക്ഷനിലേക്ക് ഫ്രീ ആയിട്ട് ഇതിന് മൂവ് ചെയ്യാൻ ഒക്കില്ല. ഇതിനകത്ത് കിടക്കുന്ന ഫ്ലൂയിഡിന് 90 ഡിഗ്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് അൺമിക്സ്ഡ്
അൺമിക്സ്ഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ. അപ്പം in this design hot and cold fluid flow through individual channel are not free to move transverse direction, അതായത് 90 ഡിഗ്രി ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ഡയറക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. ഫ്ലൂയിഡ് സ്ട്രീം ഈസ് ടു ബി സെറ്റ് ടു ബി അൺമിക്സ്ഡ്. അങ്ങനെയാണെങ്കിൽ ഇതിന് 90 ഡിഗ്രിയിൽ മൂവ് ചെയ്യാൻ ഒക്കത്തില്ലെങ്കിൽ അതിനെ അൺമിക്സ്ഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയും, അല്ലെങ്കിൽ അൺമിക്സ്ഡ് ഡിസൈൻ എന്ന് പറയും. അല്ലെങ്കിൽ ഇൻ സം അതർ കേസസ് ദ കോൾഡ് ഫ്ലൂയിഡ് ഫ്ലോ ഇൻസൈഡ് ദ ട്യൂബ് ആൻഡ് ഈസ് നോട്ട് ഫ്രീ ടു മൂവ് ട്രാൻസ്ഫർ ഡയറക്ഷൻ. ഹെൻസ് ദ കോൾഡ് ഫ്ലൂയിഡ് ഈസ് ടു ബി അൺമിക്സ്ഡ്. ഇനി ഒരു കേസിൽ ഈ പൈപ്പിനകത്തൊരു കോൾഡ് ഫ്ലൂയിഡായിട്ട് നോക്കുക, കോൾഡ് ഫ്ലൂയിഡാണെന്ന് വിചാരിക്കുക. ഈ കോൾഡ് ഫ്ലൂയിഡിന് മൂവ് ചെയ്യാൻ ഒക്കുന്നില്ല, അപ്പോൾ അതിനെ കോൾഡ് ഫ്ലൂയിഡ് അൺമിക്സ് എന്ന് പറയും. കോൾഡ് ഫ്ലൂയിഡിൻ്റെ കേസിൽ മാത്രം അത് അൺമിക്സ് ആണ് എന്ന് പറയാം. However, the hot fluid flow over the tube and is free to move transverse direction, then the flow of hot fluid is said to be mixed. ഇനി സെയിം ട്യൂബിനകത്തിൽ നേരെ ഓപ്പോസിറ്റാണ്, ഇതിനകത്ത് കോൾഡും ഇതിനകത്ത് ഹോട്ടും ആണെങ്കിൽ ഈ ഹോട്ട് ഫ്ലൂയിഡ് 90 ഡിഗ്രി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കയറി ഇറങ്ങിയാണ് പോകുന്നത്. അതായത് 90 ഡിഗ്രി മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതിനെ മിക്സഡ് എന്ന് പറയാം. അതായത് പറഞ്ഞിരിക്കുന്നത് ഹോട്ട് ഫ്ലൂയിഡ് ഫ്ലോ ഓവർ ദ ട്യൂബ് ആൻഡ് ഈസ് ഫ്രീ ടു മൂവ് ട്രാൻസ്ലേഷൻ 90 ഡിഗ്രി. ഹോട്ട് ഫ്ലൂയിഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി പോകുന്നതിനെ നമുക്ക് മിക്സ്ഡ് എന്ന് പറയാം. ദി മിക്സ് ടെൻസ് ടു മേക്ക് ദ ഫ്ലൂയിഡ് ടെമ്പറേച്ചർ യൂണിഫോം ഇൻ ദ ട്രാൻസ്ഫർ ഡയറക്ഷൻ. അപ്പം അതിൻ്റെ റിസൾട്ടായിട്ട് ഈ ടെമ്പറേച്ചർ ഒരു യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഈ ഷെൽ ആൻഡ് ട്യൂബ് കണ്ടൻസർ അതിനൊരു ഉദാഹരണമാണ്. ആ ഹോട്ട് ഫ്ലൂയിഡ് ഇതുണ്ടോ, ഈ ബഫിൾസ് എന്ന് പറയുന്നത് ആ ഒരു മൂവ്മെൻറ്റിൻ്റെ കറക്റ്റ് 90 ഡിഗ്രി കയറി ഇറങ്ങി ഇതൊരു പ്ലേറ്റാണ്. ശരിക്കും 3D കണ്ടാലേ ശരിക്കും മനസ്സിലാകുള്ളൂ. നമുക്കിനി 3Dയുടെ വീഡിയോ ആക്കിയിട്ട് അത് ചെയ്തു തരാം. ഇത് കയറി വരുന്ന ആ ഒരു എൻട്രി, ഇത് ഹോട്ട് ഫ്ലൂയിഡോ കോൾഡ് ഫ്ലൂയിഡോ ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ. അതായത് ഇവിടുന്ന് വരുന്നത് ഹോട്ടോ കോൾഡോ ആയിരിക്കാം. ഇത് ഈ പൈപ്പിനകത്തോട് കയറി വെളിയിൽ പോകും. അവരല്ല ഷെൽ ആൻഡ് ട്യൂബ്, ഈ ട്യൂബാണത്. അപ്പോൾ ഷെൽ എന്തോ ഈ കാണുന്ന ബാക്കി പോകും. അപ്പോൾ ഷെല്ലിലേക്ക് കോൾഡ് അല്ലെങ്കിൽ ഹോട്ട് ഫ്ലൂയിഡ് വരുന്നു. അതിനെ ഈ ട്രാൻസ്ഫർ ഡയറക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി കുറേ ബഫിൾ പ്ലേറ്റ് കൊടുത്തിരിക്കുന്നു. ഇത് ശരിക്കും ഇങ്ങനെ കണ്ടാൽ മനസ്സിലാകാം, 3D കണ്ടാൽ ഞാൻ പെട്ടെന്ന് മനസ്സിലാവും. ഇതിങ്ങനെ കയറി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി. ഉദാഹരണത്തിന് നമ്മുടെ നദി ആലോചിച്ചു, നമ്മുടെ നാട്ടിലൊക്കെ നദി കാണുന്നത് സമാനപ്പതേക്ക് ഒഴുകി പോവാം. അതേസമയം ഇച്ചിരൂടെ മലമണ്ടക്കോട്ട് ചെല്ലുമ്പോൾ പാറക്കല്ലൊക്കെ ഏരിയുള്ള ഏരിയയാണ്. അവിടെ വെള്ളം കുത്തി ഒലിച്ചാണ് പോകുന്നത്, അല്ലേ? നല്ല വെളുത്ത പതഞ്ഞാണ് പോകുന്നത്. അതെന്തുകൊണ്ടാണ്? അതൊരു ട്രാൻസ്ഫർ ഡയറക്ഷൻ, അതായത് നേരെ ഓപ്പോസിറ്റായിട്ട് വരും. ടെൻഷൻ 90 ഡിഗ്രി അല്ല, ട്രാൻസ്ഫേഴ്സ് അല്ല, ഫ്ലോയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ഒരു ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. എന്തോ ഒരു തടച്ചിൽ വരും. ആ തടച്ചിൽ വരുമ്പോൾ അവിടെ ഒരു ടർബുലൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു അവിടെ ഒന്ന് കുറച്ച് നേരം വെള്ളം ഒന്ന് തട്ടി നിന്നിട്ടായിരിക്കും, വെള്ളം ഇവിടെ ഒന്ന് തട്ടി നിന്നിട്ട് വേണം പിന്നെ അങ്ങോട്ട് പോകാൻ. സെയിം ജോലിയാണ് ഈ ബഫിൾ പ്ലേറ്റിലും ചെയ്യുന്നത്. ബഫിൾ പ്ലേറ്റ്സ് അത് വെള്ളം ഇങ്ങോട്ട് വരുന്നത് ഇവിടെ ഒന്ന് കുറച്ച് ഇങ്ങനെ വരുന്നത്, ഇവിടെ തട്ടി ഇങ്ങനെ നിന്ന് കറങ്ങി പിന്നെ പുള്ളിക്കാരൻ ഇങ്ങനെ കയറി ഇവിടെ വന്നിട്ട് ഇവിടെ തട്ടി കുറച്ച് നേരം ഇവിടെ ഒന്ന് കറങ്ങി പിന്നെ ഇങ്ങനെ കയറി ഇങ്ങനെ എക്സിറ്റ് ആവും. ഇതുവഴി എക്സിറ്റ് ആവും. അതാണ് ഈ ബഫിൾ പ്ലേറ്റിൻ്റെ ഉപയോഗം. അപ്പം ഇവിടെ ഫ്ലൂയിഡ് ഈ കയറി വരുന്ന ഫ്ലൂയിഡ് 90 ഡിഗ്രി അല്ലേ പോകുന്നത്. അതായത് ഈ ഫ്ലൂയിഡ് പാരലാണ്, ഇതിന് 90 ഡിഗ്രി ട്രാൻസ്ഫർ ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പോൾ ഇതിന് എന്ത് പറയാം? മിക്സഡ് ഫ്ലോ എന്ന് പറയാം. മിക്സഡ് ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യുക. ഇച്ചിരി മനസ്സിലായി കാണത്തില്ല പലർക്കും. അങ്ങനെയാണല്ലോ ഒന്നുകൂടെ. ഇതാണ് ഈ വീഡിയോയും ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഇത് 1 മണിക്കൂർ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാക്കുക. 1 മണിക്കൂർ കഴിയുമ്പോൾ ഇറങ്ങും. അപ്പോൾ ഇത് വീഡിയോ ആണെങ്കിലോ മണിക്കൂറുകളോളം ഇരുന്ന് കേൾക്കാം, മനസ്സിലാകുന്നിടം വരെ കേൾക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഐഡിയ ചെയ്തത്. നിങ്ങൾ എല്ലാ വീഡിയോസും ഏത് കണ്ടൻറ്റായാലും മനസ്സിലാകുന്നിടം വരെ കാണുക. മനസ്സിലാകുന്നിട്ട് പിന്നെ നോട്ട് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തലയ്ക്കാത്തിരിക്കും, മറന്നു പോകില്ല. കാണാതെ പഠിക്കുന്നതും മനസ്സിലാക്കി പഠിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ, ഇത് ഹീറ്റ് എക്സ്ചേഞ്ച് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫോർമുല, അതിൻ്റെ പേരാണ് LMTD. ഫോർമുലയല്ല, ഇതൊരു മെത്തേഡാണ്. LMTD മെത്തേഡ്. LMTD ഇത് നമ്മൾ ലാബിൽ നമുക്കിത് ചെയ്യാനുണ്ട്. ലോഗരിതമിക്, LMTD ഫുൾ ഫോമാണ് ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ്. LMTD എന്ന് പറയുമ്പോൾ ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ്.
ഇനി എന്താണ് LMTD? LMTD, ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ്, ഈസ് ദ ലോഗരിതമിക് ആവറേജ് ഓഫ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോട്ട് ആൻഡ് കോൾഡ് ഫ്ലൂയിഡ് അറ്റ് ബോത്ത് എൻഡ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഇപ്പോൾ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കോൾഡും ഹോട്ടും രണ്ട് എൻഡ് ഉണ്ടല്ലോ, കോൾഡ് വരുന്നതും അല്ലെങ്കിൽ കോൾഡ് പോകുന്നതും രണ്ട് എൻഡ് സൈഡുണ്ട്. അതിൽ ടെമ്പറേച്ചർ ഡിഫറൻസിൻ്റെ, അതിൻ്റെ രണ്ടും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിൻ്റെ ലോഗരിതമിക് ആവറേജാണ് LMTD. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് കേൾക്കുക. ഇനി അപ്പോൾ ഈ ആവറേജ് എന്താണ്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് LMTD ഈക്വൽ ടു ഡെൽറ്റ T1 മൈനസ് ഡെൽറ്റ T2 ഡിവൈഡഡ് ബൈ ln ലോഗ്. ഇതാണ് ലോഗ് ഡെൽറ്റ T1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ T2. ഇതാണ് LMTDയുടെ ഫോർമുല. ഈ ഫോർമുല കാണാതെ പഠിച്ചു വെച്ചോണം. ഇത് പഠിച്ചാൽ ഈ തിയറി എക്സാമും ചെയ്യാം, പ്രാക്ടിക്കൽ എക്സാമും ചെയ്യാം. തെർമലിൻ്റെ പ്രാക്ടിക്കൽ. ഇപ്പോൾ LMTD എന്ന് പറഞ്ഞാൽ ഹീറ്റ് എക്സ്ചേഞ്ചർ, അതിന് രണ്ട് എൻഡുണ്ട്. ആ രണ്ട് എൻഡിലും ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട് അല്ലേ? ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ രണ്ട് എൻഡുണ്ട്. ആ രണ്ട് എൻഡിലും ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ടെമ്പറേച്ചർ ഡിഫറൻസിൻ്റെ ലോഗരിതമിക് ആവറേജാണ് ഈ LMTD എന്ന് പറയുന്നത്. ഇനി ഈ ഗ്രാഫ് നോക്കിയേ. ഈ ഗ്രാഫ് ഇത് പാരലൽ ഫ്ലോയുടെയാണ്. ഇവിടെയാണ് ഹോട്ട്, ഇത് കോൾഡ്, ഇത് ഹോട്ട്, ഇത് കോൾഡ്. ഈ ഒരു ഡിഫറൻസാണ് T1, ഡെൽറ്റ T1. സോറി, കണ്ടില്ലല്ലേ? ഇതാണ് ഡെൽറ്റ T1. കൗണ്ടർ ഫ്ലോയുടെ കേസിൽ എന്താ പറയുക, ഹോട്ട് ഇൻ കോൾഡ് ഔട്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ഡെൽറ്റ T1. ഇനി കൗണ്ടർ ഫ്ലോയുടെ കേസിൽ ഡെൽറ്റ T2 എന്തുവാ? ഹോട്ട് വാട്ടർ ഔട്ടും കോൾഡ് വാട്ടർ ഇന്നും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് ലോഗല്ല, വെറും ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് ഡെൽറ്റ T2. ഇവിടെ 60ഉം ഇവിടെ 50ഉം ആണെങ്കിൽ ഇത് 60, ഇത് 50. അപ്പം ഡെൽറ്റ T2 എന്ന് പറയുന്നത് 10. ഇത് 100ഉം ഇത് 30ഉം ആണ്. ഇത് 100, ഇത് 30. അപ്പോൾ ഇത് തമ്മിലുള്ള ഡെൽറ്റ T1 എത്രയാണ്? 100 മൈനസ് 30. ഡെൽറ്റ T1 എന്ന് പറയുമ്പം 70. ഇവിടെ അതുപോലെ തന്നെ. സോറി, ഇവിടെ പറഞ്ഞത് വാല്യൂ മാറിപ്പോയി. ശരിക്കും അതാ ഇവിടെ ആയിരുന്നു പറയേണ്ടത്. ഇവിടെ കോൾഡ് ഔട്ട്. അപ്പോൾ ഇവിടെ ഒരു 100 മൈനസ് 65, ഇവിടെ 65 മൈനസ് 30, അങ്ങനെ വല്ലതും വരും. അപ്പം ഈ ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസാണ് ഡെൽറ്റ T1. ഇവിടെ ഈ ടെമ്പറേച്ചർ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ഡെൽറ്റ T2. പക്ഷേ ഇത് കോമൺ ആണ്. അപ്പം പറയുവാണെങ്കിൽ ഇത് നമുക്ക് തരുമ്പോൾ കൗണ്ടർ ഫ്ലോയുടെ ഡെൽറ്റ T1, ഡെൽറ്റ T2, പാരലൽ ഫ്ലോയുടെ ഡെൽറ്റ T1, ഡെൽറ്റ T2 എന്ന് പറഞ്ഞേ തരത്തുള്ളൂ. ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മൾ കണ്ടുപിടിക്കുമ്പോഴാണെങ്കിലും നമുക്കറിയാം നമ്മൾ ഏതാ ചെയ്യുന്നതെന്ന്, പാരലാണോ കൗണ്ടർ ഫ്ലോ ആണോ. അപ്പോൾ ഹീറ്റ് ഡിഫറൻസ് നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ വരത്തില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണുമ്പം ഇതിൽ ഏതാണ് ഡെൽറ്റ T1, ഡെൽറ്റ T2 എന്ന് ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. ഇതിലേതാണ് ഡെൽറ്റ T1? ഇത് പാരലൽ ഫ്ലോയുടെ ആണോ കൗണ്ടർ ഫ്ലോയുടെ ആണോ? കൺഫ്യൂഷൻ അല്ലേ? ഒരിടത്ത് T1 മുകളിൽ വലിയത്, T2 ഡിഫറൻസ് ആണ്. ശരിക്കും ഇത് ചെയ്യുന്നത് നമുക്കറിയാം ഏതാണ് നമ്മൾ ചെയ്യുന്നത്. ലാബിലാണെങ്കിൽ പാരലൽ ഫ്ലോ ആണെന്ന് പറഞ്ഞ് തന്നെ ചെയ്യും, കൗണ്ടർ ഫ്ലോ ആണെന്ന് പറഞ്ഞ് തന്നെ ചെയ്യും. ഇനിയും എക്സാമിനാണെങ്കിൽ കൗണ്ടർ ഫ്ലോ ആണെന്ന് പറഞ്ഞു വരും, അല്ലെങ്കിൽ പാരലൽ ഫ്ലോ ആണെന്ന് തന്നെ പറഞ്ഞു വരും. അങ്ങനെ ആകുമ്പോൾ ഈ ടെമ്പറേച്ചർ ഹോട്ടും കോൾഡും തമ്മിലുള്ള ഡിഫറൻസ്, കോൾഡും അതറിയാമല്ലോ, മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആ ടെമ്പറേച്ചർ ഡെൽറ്റ T1, ഡെൽറ്റ T2 കണ്ടുപിടിക്കുക. ln കാൽക്കുലേറ്റർ വേണം, അത് കാൽക്കുലേറ്റർ വെച്ച് ഈ വാല്യൂ കണ്ടുപിടിക്കുക. ഒന്നുമില്ല. ഇപ്പോൾ ഇത് 100 ആണ്. 100 മൈനസ് 60 ഡിവൈഡ് ബൈ ln 100 ഡിവൈഡ് ബൈ 60. ഈ കിട്ടുന്ന ആൻസറാണ് LMTD. LMTD ഡെഫിനിഷൻ പഠിക്കുക, ഈ ഫോർമുല എഴുതുക, ഇത്രേ ഉള്ളൂ. ഇനി എക്സാമിന് ഇത് ചോദിക്കുകയാണെങ്കിൽ ആദ്യം LMTD എന്നത് ഫുൾ ഫോം എഴുതുക, ലോഗരിതമിക് ടെമ്പറേച്ചർ. ഈ ഡെഫിനിഷൻ എഴുതുക, ഈ ഫോർമുല എഴുതുക, ഇത്രേ ഉള്ളൂ സംഭവം. നോക്കിയേ, ഡെൽറ്റ TM ഈസ് കോൾഡ് ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ്. നമ്മളിവിടെ LMTD എന്ന് പകരം ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഡെൽറ്റ TM എന്ന് വേണമെങ്കിലും എഴുതാം. എന്ന് നോക്കി, ഇനി അടുത്ത വരാൻ പോകുന്ന കാൽക്കുലേഷൻ്റെ പാർട്ടാണ്. അത് പ്രത്യേക ഒരു വീഡിയോ ചെയ്യാമേ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഏതാണ് കൺഫ്യൂഷൻ വേണ്ട. കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ഒരു പ്രത്യേകം പാടാണ്. അപ്പോൾ LMTD കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൽ ടെമ്പറേച്ചർ 150 മൈനസ് 50 അതാണ് ഒരു സെറ്റ്. പിന്നെ 20
മൈനസ് ക്വസ്റ്റിനകത്ത് അടുത്ത വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ 20 മൈനസ് ആ വാല്യൂ. അതുപോലെ തന്നെ അടുത്ത പ്രോബ്ലം നോക്കുവാണെങ്കിൽ ഓക്കെ, എ കൗണ്ടർ ഫോർ അടുത്ത പ്രോബ്ലമാണ് എ കൗണ്ടർ ഫോർ ഹീറ്റ് എക്സ്ചേഞ്ചർ തന്നിട്ടുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം 400 800. അപ്പോൾ 400 മൈനസ് 800. പിന്നെ 550 എന്നുള്ള ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ 550 മൈനസ് അത്. ഇത് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി കാണാം, കാരണം ഞാൻ പ്രോബ്ലം നോക്കിയില്ല. ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതുപോലെ ലൈനൊക്കെ വരച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഡെൽറ്റ T1 ഡെൽറ്റ T2 ഇത് ഒരു പ്രത്യേക വീഡിയോ ആക്കി പറഞ്ഞുതരാം, കാൽക്കുലേഷൻ്റെ പ്രത്യേകം, കാരണം ഇത് ലാബിലേക്കും വേണ്ടതാണ്. അപ്പോൾ ഇത് ഈ പ്രോബ്ലം സെറ്റ് പ്രത്യേക ഒരു വീഡിയോ ആയിട്ട് ചെയ്തുതരാം.